രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. അചഞ്ചലമായിരിക്കുന്ന ഭക്തി അഹല്യയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് അഹല്യയെ അനുഗ്രഹിച്ചു. ഭഗവാന്റെ പാദസ്പർശത്താൽ സർവ്വ പാപങ്ങളും നീങ്ങി അഹല്യയ്ക്ക് ജ്ഞാനോദയമുണ്ടായി, ആനന്ദോദയമുണ്ടായി. ഭക്തി അചഞ്ചലമായി നിലകൊള്ളട്ടെ എന്ന് അനുഗ്രഹിച്ചു. എന്നിട്ട് ഭർത്തൃ സമീപത്തേക്ക് പൊയ്ക്കൊള്ളാനായിട്ട് ഭഗവാൻ അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ അഹല്യ അവിടെ ഭഗവാനെ നമസ്കരിച്ചിട്ട് ലോകേശ്വര അനുജ്ഞയാ പോയി ഇത് പവിത്രയായിട്ട് ലോകേശ്വരൻ്റെ അനുജ്ഞയോടുകൂടി തൻ്റെ ഭർത്തൃ സമീപത്തേക്ക്, ഗൗതമൻ്റെ സമീപത്തേക്ക് അഹല്യ പോവുകയും ചെയ്തു. തുടർന്ന് അവിടെ ഋഷിവര്യൻ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ മിഥിലയിലേക്കുള്ളതായ വഴിയിലൂടി കൊണ്ടുപോകുന്ന നമുക്ക് കാണാം. ഇവിടെ കഠിന തപസ് ചെയ്യുന്ന ഗൗതമൻ ബ്രഹ്മജ്ഞാനികളിൽ വച്ചിട്ട് മുമ്പനാണ് അദ്ദേഹം. എത്ര കഠിനമായ തപസ്സിൻ്റെ ഉടമയായിരുന്നാലും എപ്പോഴും സാധനാനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധ വേണം എന്ന് ശങ്കരാചാര്യസ്വാമികൾ പറയുന്നതിൻ്റെ സാങ്കത്യവും നമുക്കിവിടെ കാണാം. അതേപോലെ ഗൗതമനെ പോലെ തന്നെ അതികഠിനമായ തപസ്സിൻ്റെ ഉടമയായിരുന്നു അഹല്യയും. പക്ഷേ ഇന്ദ്രൻ അഹല്യയെ ചതിച്ചു. അതിൽ അഹല്യ പെട്ടുപോയി. ഒരു നിമിഷം മനസ്സ് ചഞ്ചലമായി. അതിൻ്റെ ഫലമായിട്ട് ആ തപസ്സിന് വിഘ്നം വന്നു. ആ വിഘ്നപ്പെട്ട് തകർന്നുപോയ ആ തപസ്സിൻ്റെ സിദ്ധിയെ വീണ്ടും സഞ്ചയിക്കാൻ വേണ്ടിയിട്ട് കഠിനമായ തപസ്. ഭഗവാന്റെ പാദങ്ങളെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ഏതൊരു പാപവും ദൂരീകൃതമായി തീരും. അതാണ് ലോകത്തെ മുഴുവൻ പവിത്രീകരിക്കുന്ന ഭാഗീരഥി ഗംഗ ഉദ്ഭവിക്കുന്നത് ഭഗവാന്റെ പാദത്തിൽ നിന്നാണ്. ആ പാദം നേരിട്ട് സ്പർശിച്ചാലോ സകല പാപങ്ങളും ദൂരീകൃതമാകും. അഹല്യ ആ അവസ്ഥയിൽ എത്തിച്ചേർന്നു. എപ്പോഴാണോ തപസ്സിൻ്റെ മണ്ഡലത്തിൽ നിന്നിട്ട് പതനം വരുന്നത്, അപ്പോൾ അതുവരെ തപസ് കൊണ്ട് നേടിയ ജ്ഞാനം മറയ്ക്കപ്പെട്ടു പോകുന്നു. ജ്ഞാനം ഇല്ലാതാവുകയല്ല, മറയ്ക്കപ്പെട്ടു പോകുന്നു. ചാരം വന്ന് കനലിനെ മൂടുന്നത് പോലെ. ഉള്ളിൽ കനലുണ്ട്, പക്ഷേ കാഴ്ചയ്ക്ക് ചാരമെന്നേ തോന്നുള്ളൂ, കരിക്കട്ട എന്നേ തോന്നുള്ളൂ. അങ്ങനെ ആ ജ്ഞാനം മറയ്ക്കപ്പെടുന്നു, ആനന്ദം മറയ്ക്കപ്പെടുന്നു. അതുകൊണ്ട് ഉള്ളിലിരിക്കുന്ന ജ്ഞാനാനന്ദമയമായിരിക്കുന്ന ഭഗവാനോടുള്ളതായ അചഞ്ചലമായ ഭക്തിയും മറയ്ക്കപ്പെടുന്നു. അങ്ങനെ ഭക്തി മറയ്ക്കപ്പെട്ടു പോയി കഴിഞ്ഞാൽ, വിസ്മൃതിയിൽപ്പെട്ടു പോയി കഴിഞ്ഞാൽ, അധ്യാത്മമായ മണ്ഡലത്തിൽ പിന്നെ എന്താ ഒരു വ്യക്തിയിൽ അവശേഷിക്കുക? ഭക്തി ഇല്ലാതായി തീർന്ന വ്യക്തി ശില പോലെയാണ്. അധ്യാത്മമണ്ഡലത്തിൽ ശില പോലെയാണ്. ലൗകിക മണ്ഡലത്തിൽ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഈ ലോകത്ത് മുഴുവൻ ഓടി നടക്കുന്നുണ്ടാകും. അതിൻ്റേതായ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അല്പാൽപമായി ചില വിജയങ്ങളും ഒക്കെ വന്നു ചേരുന്നുമുണ്ടാകും. പക്ഷേ പരമമായിരിക്കുന്ന ഏവരും കൊതിക്കുന്നതായ ആനന്ദത്തിൽ നിന്നിട്ട് അകന്നകന്നകന്നു പോവുകയാണ്. മറഞ്ഞുപോയി ഭക്തി. അതാണ് കാരണം. അപ്പോൾ അധ്യാത്മമാർഗത്തെ സംബന്ധിച്ചിടത്തോളം ശില തന്നെയാണ്, ശിലാരൂപമാണ്. ആ മനസ്സ് സ്പന്ദിച്ചു തുടങ്ങണം ഭഗവാനോടുള്ളതായ ഭക്തിയുടെ ലഹരിയിൽ. അങ്ങനെ ഭക്തി ഉണരണം. അതിനു വേണ്ടിയിട്ടാണ് ഏകാഗ്രമായ തപസ്. ശിലാരൂപമായിട്ട് ഭക്തി നഷ്ടപ്പെട്ട് ശിലാരൂപമായിട്ട് അവിടെ കുടികൊണ്ട ആ അഹല്യ
ഗൗതമന്റെ നിർദ്ദേശമനുസരിച്ചിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ തൻ്റെ മനസ്സിനെ ഉറപ്പിക്കാൻ കഠിനമായ പ്രയത്നം ആയിരത്താണ്ടുകളിലൂടെ ചെയ്യുന്നു. മനസ്സവിടെ ഉറയ്ക്കുന്നു, ഭക്തി ഉണരുന്നു, ഭഗവത് അനുഭൂതി ഉണരുന്നു. അതാണ് രാമോഹമെന്നു പറഞ്ഞ് ആമോദം പൂണ്ടു നാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. എപ്പോഴാണോ ഹൃദയത്തിൽ ഭക്തി ഉണരുന്നത്, ഉറങ്ങിപ്പോയ അല്ലെങ്കിൽ കല്ലുപോലെയായി തീർന്ന ആ ഭക്തിയുടെ അത്യധികം ഉദാത്തമായ ഭാവം എപ്പോഴാണോ ഉണരുന്നത്, അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്നതായ പരമാത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും. ഞാൻ ഇതാ രാമൻ, അമ്മേ ഉണരൂ, ഞാനിതാ മുന്നിൽ വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ പരമാത്മാവ് നമസ്കരിക്കുന്നതും കാണാനായി സാധിക്കും. പരമാത്മാവിനെ കണ്ടു കഴിഞ്ഞാൽ ജ്ഞാനോദയമാണല്ലോ. അതാണ് അഹല്യാസ്തുതി. അങ്ങനെ യാഗം രക്ഷിച്ചു കഴിഞ്ഞാൽ സാധകന്റെ അധ്യാത്മമാർഗത്തിലെ വലിയ ഒരു കാൽവയ്പ്പാണല്ലോ യാഗരക്ഷ. യജ്ഞഭാവനയോടുകൂടി ജീവിതത്തിലെ ഏതൊരു കർമ്മവും അനുഷ്ഠിക്കുവാനുള്ളതായ കരുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിഹാസ പുരാണാദികളെല്ലാം ഗ്രഹിച്ചിട്ട് ഉള്ളിലെ ഭക്തിയെ ഉണർത്തണം. അപ്പോഴാണ് ഭക്തി ഉണരുക. പരമാത്മാവാണ് സത്യം, ആ പരമാത്മാവ് സർവത്ര നിറഞ്ഞു നിൽക്കുന്നു, ആ പരമാത്മാവ് തന്നെയാണ് ഞാൻ എന്നുള്ളതായ ബോധം, ഉറപ്പ് വന്നു ചേരുന്നത് അപ്പോഴാണ്. അപ്പോൾ അതിനോട് അതിശക്തമായിരിക്കുന്ന പ്രേരണ, മറ്റെങ്ങോട്ടും മനസ്സ് പോകാത്തതായ അവസ്ഥ, അതാണ് ഭക്തി. ആ ഭക്തി ഉണർന്ന് പരമാത്മാവിൽ തന്നെ അചഞ്ചലമായി കുടികൊള്ളാൻ തുടങ്ങുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ ശബ്ദം കേൾക്കും, പരമാത്മാവിൻ്റെ ശബ്ദം. അത് കേട്ടു, തുടർന്ന് പരമാത്മാവിനെ കാണാം, കണ്ടു. അങ്ങനെ ഭഗവാനെ കണ്ട് ജീവിതത്തിൻ്റെ പരമസാഫല്യം നേടുന്ന അഹല്യ സാധകന്റെ മോക്ഷപഥത്തിലെ വലിയ ഒരു ചുവടുവയ്പ്പാണ് ഹൃദയത്തിൽ ഭക്തി ഉണരലും പരമാത്മാവിൻ്റെ ദർശനാനുഭൂതിയും. തുടർന്ന് ഋഷിവര്യൻ അവരോട് പറയുന്നു, ബാലകന്മാരെ പോക, മിഥിലാപുരിക്ക് നാം കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. സമയം വെറുതെ ഇനി കളയാൻ പാടില്ല. അതുകൊണ്ട് വളരെ വേഗത്തിൽ നമുക്ക് മിഥിലയിലേക്ക് പോകണം. അവിടെ യാഗം നടക്കുന്ന കാര്യം ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. യാഗവും മഹാദേവ ചാപവും കണ്ട് നമുക്ക് യാഗം കാണണം, അവിടെ ഇരിക്കുന്ന ആ ധനുരത്നത്തെ കാണണം, മഹാദേവന്റെ ത്രയംബകത്തെ കാണണം, പിന്നെ വേഗമോട് അയോധ്യയും ബുക്ക് താതനെ കാണാം. പാലകന്മാരാണ്. അച്ഛനമ്മമാരെ പിരിഞ്ഞ് സ്വന്തം ഭവനത്തിൽ നിന്നിട്ട് ബഹുദൂരം കാനനങ്ങളിലൂടെ സഞ്ചരിച്ച് താടകയെ സംഹരിച്ച് മാരീച്ച സുബാഹുക്കളെയും സൈന്യത്തെയും എല്ലാം യുദ്ധത്തിൽ സംഹരിച്ച് ഇങ്ങനെ ഭയങ്കരമായിരിക്കുന്ന കർമ്മങ്ങൾ എല്ലാം ലോകനന്മയ്ക്ക് വേണ്ടി നിർവഹിച്ച് വന്നു ചേർന്നിരിക്കുന്നവരാണ്. അവർക്ക് എത്രയും വേഗം അച്ഛനമ്മമാരെ കാണണമെന്നുള്ള ആഗ്രഹം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഋഷി പറഞ്ഞു, നമുക്ക് അവിടെ ചെന്ന യാഗം കാണണം, വില്ല് കാണണം, യാഗത്തിൽ പങ്കെടുത്തിട്ട് ഉടനെ തന്നെ അയോധ്യയിലേക്ക് പോകണം, അച്ഛനമ്മമാരെ കാണണം. വിവാഹത്തിൻ്റെ കാര്യമൊന്നും അദ്ദേഹം അപ്പോഴും പറയുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് അവരെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം നേരെ മിഥിലാപുരിയിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഗംഗാനദി, ആ ഗംഗ തരണം ചെയ്യണം. ഇത്തരമരുൾ ചെയ്ത് ഗംഗയും കടന്ന് ഇങ്ങനെ ഋഷിവര്യൻ അവരോട് പറഞ്ഞിട്ട് അവരെയും കൂട്ടിക്കൊണ്ട് മൂവരുമായിട്ട് ഗംഗയും കടന്ന് അവർ സത്വരം ചെന്നു മിഥിലാപുരമകമ്പുക്കു. അപ്പോഴേക്കും ആ വൃത്താന്തം പറഞ്ഞിട്ടാണ് ജനക മഹാരാജാവ് വളരെയേറെ സന്തോഷത്തോടു കൂടിയിട്ട് മുനിയുടെ സമീപത്തേക്ക് ഓടി വരുന്നത്. പൂജാസാധനങ്ങളെല്ലാം എടുത്ത് ഭക്തിയോടു കൂടിയിട്ട് സംഭ്രമത്തോടു കൂടിയിട്ട് ആചാര്യനോടൊപ്പം, തൻ്റെ ആചാര്യനോടൊപ്പം ഋഷിയെ സ്വീകരിക്കേണ്ട ക്രമങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഋഷിക്ക് വന്നിരിക്കാനുള്ളതായ ആ പൂജാഗ്രഹത്തിലേക്ക് അദ്ദേഹം അതിൻ്റെ മുന്നിൽ വന്നു ചേർന്നിരിക്കുന്നു. അവിടേക്ക് അദ്ദേഹത്തെ, ഋഷിയെ നമസ്കാരപൂർവം ആദരപൂർവം ആനയിച്ച് അദ്ദേഹത്തെ യഥായോഗ്യമിരുത്തി അദ്ദേഹത്തിൻ്റെ പാദം കഴുകി അദ്ദേഹത്തെ പൂജ ചെയ്ത് അങ്ങനെ
അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു, അദ്ദേഹത്തെ ആശ്രയിച്ചു. ഒരു ഭരണാധിപൻ എങ്ങനെയാണ് ഋഷിയോട് പെരുമാറേണ്ടത് എന്നൊക്കെ ഇവിടെ കാണാം. ജ്ഞാനമാണ് മുഖ്യം. ആ ജ്ഞാനത്തെ എല്ലാവരും വണങ്ങണം. ഭരണാധിപൻ്റെ കയ്യിൽ ആയുധമുണ്ടാകും, സൈന്യമുണ്ടാകും. പക്ഷേ അത് ജ്ഞാനത്തിന് കീഴടങ്ങി നിൽക്കണം. ജ്ഞാനമാണ് പരമം. ഈ പ്രപഞ്ചത്തിൻ്റെ സത്യസ്ഥിതി അതാണ് ജ്ഞാനം. അതുകൊണ്ട് തന്നെ അതിൽ നിന്നിട്ട് ഈ പ്രപഞ്ചത്തിലെ ഓരോ മണ്ഡലത്തിൻ്റെയും യാഥാർത്ഥ്യം അതാണ് ജ്ഞാനം. ആ ജ്ഞാനം ആരിൽ കുടികൊണ്ടാലും ആ ആള് ആരാധ്യനാണ്. ആ ആളിൻ്റെ മുന്നിൽ ചക്രവർത്തിമാർ നമസ്കരിക്കണം. അതാണ് ഭാരതത്തിൻ്റെ പാരമ്പര്യം. ലോലചാമരയായ രാജലക്ഷ്മിയാൾ പർണശാലിതൻ മുറ്റമടിക്കുന്ന നാട് എന്ന് മഹാകവി വള്ളത്തോൾ പാടുന്നത് നമുക്ക് കേൾക്കാം. ചാമരം ഇളകിക്കൊണ്ടിരിക്കും സിംഹാസനത്തിൻ്റെ സമീപത്തായിട്ട് രാജാവിന് വേണ്ടി. അങ്ങനെ രാജലക്ഷ്മി ലോലചാമരയാണ്, ഇളകുന്ന ചാമരങ്ങളോട് കൂടിയവളാണ്. ആ രാജലക്ഷ്മി പർണശാലയുടെ മുറ്റമടിക്കും, പർണശാലയുടെ മുറ്റം തൂക്കും. അങ്ങനെ കരുത്ത്, ഭരണയന്ത്രത്തിൻ്റെ ശക്തി ഇതെല്ലാം ജ്ഞാനത്തിന് കീഴടങ്ങി നിൽക്കണം. അതാണ് ഈ നാടിനെ ഭാരതമാക്കി തീർക്കുന്നത്. പ്രഭയിലൂടെ, അറിവിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ നാട് ആക്കി തീർക്കുന്നത് അതുകൊണ്ടാണ്. ജ്ഞാനത്തിന് കീഴടങ്ങാതെ നിന്ന് കഴിഞ്ഞാലോ രാവണത്വമാണ് വളരുക. അതെവിടെയാണ് നാടിനെ കൊണ്ടെത്തിക്കുക എന്ന് പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാകും. നമ്മൾ ഈ രാമായണത്തിലും നേരിട്ട് കാണുന്നു. അങ്ങനെയുള്ള രാവണനെ സംഹരിച്ചിട്ട് ജ്ഞാനത്തിൻ്റെ പരകാഷ്ഠയുടെ പൂർണ്ണ വിജയം, അതിൻ്റെ പട്ടാഭിഷേകം, ജ്ഞാനത്തിൻ്റെ പട്ടാഭിഷേകം, അത് നമ്മുടെ ഹൃദയത്തിൽ നടത്തുന്ന മഹാഗ്രന്ഥമാണ് ഈ രാമായണം എന്നുള്ളതായ ഇതിഹാസം. അങ്ങനെ ഋഷി അവിടെ വന്നപ്പോഴേക്കും അദ്ദേഹത്തെ യഥായോഗ്യം നമസ്കരിച്ചിട്ട് ജനക മഹാരാജാവ് പൂജ ചെയ്ത് അദ്ദേഹത്തെ സൽക്കരിച്ച് ഋഷിമാരെ കൊണ്ടുപോയി ഏത് പ്രകാരത്തിൽ ഇരുത്തി പൂജിക്കണമോ അതെല്ലാം നിർവഹിച്ച് അദ്ദേഹത്തെ ആശ്രയിച്ചു. അപ്പോഴേക്കും ജനക മഹാരാജാവിൻ്റെ കണ്ണുകൾ മഹർഷിയോടൊപ്പം വന്നു ചേർന്നിരിക്കുന്ന ബാലകന്മാരിൽ തന്നെ തറഞ്ഞു നിന്നു. ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ട് ചോദിച്ചു നൃപേന്ദ്രനും. ഭൂപാലേശ്വരൻ ചക്രവർത്തിയായിരിക്കാൻ ദശരഥ മഹാരാജാവിൻ്റെ നന്ദനന്മാരെ കണ്ടു, മക്കളെ കണ്ടു. ദശരഥൻ്റെ മക്കളാണെന്ന് അറിഞ്ഞില്ല, പക്ഷേ ദശരഥൻ്റെ മക്കളാണ് ഋഷിയോടൊപ്പം വന്നിരിക്കുന്നത്. അവരെ കണ്ടിട്ട് വളരെയേറെ സന്തോഷത്തോടു കൂടിയിട്ട് അവരാരാണ് എന്നറിയാനുള്ള ഉത്കണ്ഠയോടു കൂടിയിട്ട് നൃപേന്ദ്രൻ രാജാവായിരിക്കുന്ന ജനകൻ മഹർഷിയോട് ചോദിച്ചു, ഈ നിൽക്കുന്ന ബാലകന്മാരാരാണ് എന്ന്. ഇവർ നരനാരായണന്മാരാണോ അതോ ഇവർ പരമാത്മാവ് തന്നെയാണോ? ഇങ്ങനെ അനേകം ചോദ്യങ്ങൾ. കാരണം അവരിലെ തേജസ് അതേപോലെ അത്യന്തം ഉത്കടമായിരിക്കുന്നു. അപ്പോഴേക്കും വിശ്വാമിത്രൻ പറഞ്ഞു, വീരനാം ദശരഥൻ തന്നോട് പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ. ഈ നിൽക്കുന്നത് ശ്രീരാമനാണ്. ദശരഥ മഹാരാജാവിൻ്റെ 4 മക്കളുണ്ട്. ആ 4 മക്കളിൽ ഏറ്റവും മൂത്തവനായിരിക്കുന്ന രാമൻ. ഈ നിൽക്കുന്നത് ലക്ഷ്മണൻ, ദശരഥൻ്റെ 3ാമത്തെ മകനാണ്. ഇവരെ രണ്ടുപേരെയും ഞാൻ അയോധ്യയിൽ ചെന്ന് ദശരഥൻ്റെ അനുവാദത്തോടു കൂടിയിട്ട് ക്ഷണിച്ച് എൻ്റെ സിദ്ധാശ്രമത്തിലേക്ക് കൊണ്ടുപോയതാണ്. എന്തിന്? യാഗരക്ഷ ചെയ്യുന്നതിന് വേണ്ടി. വഴിക്ക് വച്ചിട്ട് അവർ താടകയെ സംഹരിച്ചു. യാഗം മുടക്കുവാൻ വന്ന മാരീചനെയും സുബാഹുവിനെയും ഒക്കെ തകർത്തു. മാരീചൻ അഭയം കൊടുത്തു. അഭയം പ്രാപിച്ചതുകൊണ്ട് സുബാഹുവിനെ കൊന്നു. രാക്ഷസവീരന്മാരെയും എല്ലാം കൊന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഗൗതമാശ്രമത്തിൽ ചെന്ന അഹല്യയ്ക്ക് ശാപമോക്ഷവും കൊടുത്തു, തൻ്റെ പാദമാകുന്ന താമരപ്പൂവിൻ്റെ സ്പർശത്താൽ.
അങ്ങനെയുള്ള രാമനാണ് ഈ നിൽക്കുന്നത്.